1956-ലാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂറോവിഷൻ സോങ് കോൺടെസ്റ്റ് എന്ന ഒരു സംഗീത പരിപാടി ആരംഭിച്ചത്. ഓരോ വർഷവും യൂറോപ്പിലെ ഓരോ രാജ്യങ്ങൾ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് പുതിയൊരു പാട്ടുമായി പരിപാടിക്ക് അയക്കുകയാണ് പതിവ്. ലോകമെമ്പാടുമുള്ള 160 ദശലക്ഷത്തിലധികം ആളുകൾ ശരാശരി ഈ പരിപാടി തത്സമയം കാണാറുണ്ട്. യൂറോപ്പിന് പുറത്തു നിന്നുള്ള ചില രാജ്യങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇസ്രയേലും ഈ പരിപാടിയിലേക്ക് എത്തുന്നത്. യൂറോപ്പിൽ നിന്നുള്ള ചില രാജ്യങ്ങൾ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടാറുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, UK എന്നിവയാണ് ആ രാജ്യങ്ങൾ. ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് തുക നൽകുന്നതിനാലാണ് ഈ രാജ്യങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത്. ബിഗ് ഫൈവ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇസ്രയേലിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെയും ബോയ്ക്കോട്ട് ക്യാമ്പയിനുകളെയും കുറിച്ച് പരിശോധിക്കാം. 2023 ഗസയിൽ വംശഹത്യ ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴൊക്കെ അവർക്കെതിരെ കാണികൾക്കിടയിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2024 സ്വീഡനിലെ മാൽമോയിലായിരുന്നു ഈ പരിപാടി നടന്നത്. ഗായിക ഏഡൻ ഗോലനായിരുന്നു അന്ന് ഇസ്രയേലിന് വേണ്ടി മത്സരിച്ചത്. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അന്ന് പരിപാടി നടക്കുന്ന ഹാളിന് പുറത്തു വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി. കൂടാതെ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെ മത്സരത്തിൽ നിന്ന് വിലക്കിയ യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ എന്തുകൊണ്ട് ഗസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെ വിലക്കുന്നില്ല എന്ന ചോദ്യങ്ങളും ഉയർന്നു.